ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ദൈവവചനം കേൾക്കുവാൻ, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ദൈവം നൽകിയ വലിയ കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ സമയം ഒരുക്കി തന്ന ദൈവത്തോട് നന്ദി പറയാം. അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വിശുദ്ധമായി വിളങ്ങിടുന്ന ഈ സമയത്ത്, അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തോട് ചേർന്നിരിക്കുവാൻ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കരുണകൾക്കുമായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. നാം ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, യേശുക്രിസ്തു കടലിന്റെ മറുകരയിലേക്ക് കടന്നു വരികയും യഹൂദന്മാർ അവനെ അന്വേഷിച്ചിട്ട് കടന്നു ചെന്നിട്ട്, നീ എപ്പോഴാണ് ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ യേശുക്രിസ്തു, ഞാൻ ഈ സമയത്താണ് എത്തിയതെന്ന് പറയുന്നതിന് പകരം, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എൻ്റെ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, മറിച്ച് അപ്പം നിങ്ങൾക്ക് ലഭിച്ചതുകൊണ്ടാണ്. ഈ വേദഭാഗത്തോട് ബന്ധപ്പെടുത്തി വിശപ്പിനെ കുറിച്ചും അപ്പത്തെക്കുറിച്ചും യേശുക്രിസ്തു വളരെ അധികം ചിന്തകൾ നമ്മളുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ വേദഭാഗത്തിൽ നിന്ന് 9 ചിന്തകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത്, ഈ രാത്രി മുഴുവൻ യേശു എവിടെയായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നില്ല. യേശുക്രിസ്തു അവർ അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം മറുകരയിലേക്ക് പോകുമ്പോൾ ഈ കൂടെ നടന്നിരിക്കുന്ന മനുഷ്യരൊന്നും, അപ്പം ലഭിച്ചവരാരും യേശുക്രിസ്തു എവിടെയാണെന്ന് ആരും ചിന്തിക്കുന്നില്ല. അവർക്ക് വിശന്നു കഴിഞ്ഞപ്പോൾ യേശുവിനെ അവർ അന്വേഷിക്കുകയാണ്. ഇതുപോലെയാണ് പല മനുഷ്യരും ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ദൈവം അവരെ അത്ഭുതകരമായി, അതിശയകരമായി വഴി നടത്തിക്കൊണ്ടുപോയി. എന്നാൽ പ്രതിസന്ധികളുടെ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അവരൊക്കെയും ദൈവത്തെ മറന്നു കളയുന്ന ഒരവസ്ഥയാണ്. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി ജീവിതത്തിന്റെ ഒത്തിരി പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയി. വളരെ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ വരും, കുടുംബ യൂണിറ്റിലെ പ്രാർത്ഥനാ യോഗത്തിന് കടന്നു പോകും, ദേവാലയത്തിൽ വരികയും കുമ്പസാരിക്കുകയും കുർബാന അനുഭവിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവൾ നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുകയാണ്. ആ അഡ്മിഷൻ കിട്ടാനായിട്ട് ഈ സഭയിലെ പല വൈദികരോട് അവൾ ആവശ്യപ്പെടുന്നു പ്രാർത്ഥിക്കുവാനായിട്ട്. ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ പോവുകയാണ്. വീട്ടിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാണ്. മദ്യപാനിയായ പിതാവാണ്. ഒരുപാട് പ്രതിസന്ധികളാണ്. നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി, ഫസ്റ്റ് ഇയർ പല കുട്ടികളും ആ നേഴ്സിംഗ് കോളേജിൽ നിന്ന് ഇട്ടിട്ട് പോകുന്ന കാരണം പഠിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. വളരെയധികം കണ്ണുനീരൊഴുക്കി ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി ദിവസങ്ങൾ, മണിക്കൂറുകൾ ഇരിക്കുവാൻ അവൾക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. അങ്ങനെ അവൾ നേഴ്സിംഗ് പഠനം പൂർത്തീകരിച്ച് അതിനുശേഷം അവൾ OET പരീക്ഷ എഴുതാൻ തുടങ്ങി. OET 1-2 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം OET പരീക്ഷ എഴുതി എന്ന സമയത്ത് ആദ്യത്തെ പ്രാവശ്യം അവൾ കിട്ടുന്നില്ല, രണ്ടാമത് എഴുതൽ കിട്ടിയില്ല. മൂന്നാമതൊക്കെ എഴുതുമ്പോൾ അവൾ മുട്ടയിൽ നിന്ന് കണ്ണുനീരൊഴുക്കി ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ യാചിച്ച് കെഞ്ചിച്ച് നിലവിളിച്ച് യേശുവിനെ വിളിക്കുന്ന ഒരവസ്ഥയായിരുന്നു. എന്നാൽ ജോലി കിട്ടി, ആ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ ദൈവത്തോട് ചേർന്നിരുന്നു. പക്ഷെ ആ ചേർച്ചകളുടെ വിടവുകൾ വരാൻ തുടങ്ങി, പ്രാർത്ഥനയ്ക്ക് കുറവ് വരാൻ തുടങ്ങി, പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിന്ന് മാറിപ്പോവാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ശിഷ്യന്മാരും യേശുവിനെ അന്വേഷിച്ച് അപ്പം ലഭിച്ചവരൊക്കെ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അപ്പം ലഭിച്ചവരൊക്കെ യേശുവിനെ അന്വേഷിച്ച് വരുന്നുണ്ട്. കാരണം അവർക്ക് വിശന്നു. വിശക്കുമ്പോൾ മാത്രം അടുത്തു വരേണ്ടവനല്ല ക്രിസ്തു. ഒന്നാമത്തെ ചിന്ത, വിശക്കുമ്പോൾ മാത്രം അടുത്തു വരേണ്ടവനല്ല ക്രിസ്തു. നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിൽ ദൈവത്തോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സന്തോഷ കാലഘട്ടങ്ങളിലും നമ്മുടെ സമ്പൽ സമൃദ്ധിയിലും ദൈവം നൽകിയതെല്ലാം ദൈവത്തിന്റെ കൃപയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കും. വീണ്ടും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് യേശുക്രിസ്തു വീണ്ടും പറയുകയാണ്,
നിങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതിനു ശേഷമാണ്, ഭക്ഷിച്ചത് കൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പല മനുഷ്യരും ഇതുപോലെയാണ്. ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്ത് ദൈവം നൽകി, ചെറുതും വലുതുമായിട്ട്. പക്ഷേ നമ്മളുടെ എല്ലാം ഓട്ടം എന്ന് പറയുന്നത് അപ്പത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ്. ഇവിടുത്തെ അപ്പം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ഭൗതികമായ ആഹാരത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ്. സയൻസ്, സെമേ എന്ന ഗ്രീക്ക് വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, അതൊക്കെ മറന്നു പോകുന്ന അടയാളങ്ങൾ. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് അടയാളങ്ങൾ മറന്നു പോകുന്ന ഒരു ജനത്തെ കാണുവാൻ സാധിക്കും. അത്ഭുതങ്ങൾ മറന്നു പോകുന്നത്. ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒത്തിരി വേദനകളുടെ നടുവിലൂടെ പോയപ്പോൾ, ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിലൂടെ പോയപ്പോൾ, നടക്കില്ല, ഒരിക്കലും നടക്കില്ല, നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചെടുക്കുന്ന അത്ഭുതകരമായ, അതിശയകരമായ ദൈവം വഴി നടത്തിയില്ലേ? പക്ഷെ നമ്മൾ പലരും ഈ അത്ഭുതങ്ങളെ മറന്നുകൊണ്ട് അപ്പത്തിനു വേണ്ടി ഓടുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ചില മനുഷ്യർ നമ്മളെ നോക്കിയിട്ട് പറഞ്ഞില്ലേ, നീ നശിച്ചു പോകും, നീ തകർന്നു പോകും, നീ മുടിഞ്ഞു പോകും, നിന്റെ മക്കൾ ഗതി പിടിക്കില്ല, നിനക്ക് കഷ്ടപ്പാടായിരിക്കും, ദുരിതമായിരിക്കും, നിന്റെ ജീവിതത്തിൽ എന്നും പ്രതിസന്ധികളായിരിക്കും. പക്ഷേ സഹോദരങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ആ കാലങ്ങളെല്ലാം മാറി അത്ഭുതകരമായി, അതിശയകരമായി ദൈവം വഴി നടത്തിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയില്ലേ? ഞാനിങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. ഹൈറേഞ്ച് എന്ന് പറയുന്ന ആ മേഖലയിൽ നിന്ന് ഒരു വീട്ടിൽ, ഏലക്കാട്ടിൽ ജോലി എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരനും ഭാര്യയും ഭർത്താവും. അവർക്ക് 3 പെൺകുഞ്ഞുങ്ങളാണ്. വളരെ കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിച്ച്, 3 പേരെയും നല്ലതുപോലെ പഠിപ്പിച്ച് അവർ വിദേശത്തേക്ക് പോയി. അവരെ പഠിപ്പിക്കുന്ന കാലഘട്ടങ്ങളിൽ ഈ ഏലക്കാട്ടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ മനുഷ്യർ പറയും, ഇവര് ഒരു കാരണവശാലും ഇവരുടെ കുടുംബം രക്ഷപ്പെടില്ല. ഈ 3 പെൺമക്കളാണ്, ഇവന് ഈ ചാക്കോച്ചൻ എന്ത് ചെയ്യും? ചാക്കോച്ചൻ ഈ പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് എവിടെ പോകും? വല്ല 2ാം കെട്ടിയവരെ കൊണ്ട് കെട്ടിക്കാം, ഇവൻ എങ്ങനെ ജീവിക്കും? പക്ഷേ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആ മക്കൾ പഠിച്ചു വന്നു, നല്ല രീതിയിൽ പോയി, കുടുംബം രക്ഷപ്പെട്ടു, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവരായിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിനോട് ചേർന്നിരുന്ന് ഓർമ്മിപ്പിക്കട്ടെ, ചില അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവം നടത്തിയിട്ടില്ലേ? പക്ഷെ നമ്മൾ വീണ്ടും അപ്പത്തിന് വേണ്ടി പോവുകയല്ലേ? നമുക്ക് ഭൗതികമായ ആഹാരമല്ല, അതോടൊപ്പം തന്നെ ആത്മീയ ആഹാരം ആവശ്യമാണ്. ക്രിസ്തുവിലേക്ക് നാം ചേർന്ന് നിൽക്കണം, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം. 2 പ്രധാനപ്പെട്ട ചിന്തകൾ നമ്മൾ ഈ വേദഭാഗത്തോട് ചേർന്നിരുന്ന് കാണുകയുണ്ടായി. ലഭിച്ച ഭക്ഷണത്തിൽ അവർ അടയാളങ്ങൾ കാണേണ്ടതിന് പകരം അടയാളങ്ങളിൽ അവർ ഭക്ഷണം കാണുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ ശക്തി കണ്ടു, പക്ഷെ മഹത്വം കണ്ടില്ല. ക്രിസ്തുവിന്റെ ദാതാവിനേക്കാൾ അധികമായി അവർ ദാനത്തെ അന്വേഷിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വേദഭാഗം നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശമരയക്കാരി സ്ത്രീയും യേശുക്രിസ്തുവുമായിട്ടുള്ള സംഭാഷണത്തിനോട് ഏറെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അവിടെ വെള്ളമാണ്, ഇവിടെ അപ്പമാണ്. 3ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്നത് നിറവുകൾക്ക് വേണ്ടിയാണ്, സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയാണ്. ആ ജനം ക്രിസ്തുവിന്റെ അടുത്തേക്ക് ഓടി വന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ ഒരുപാട് പ്രാർത്ഥനായോഗങ്ങൾ പങ്കെടുക്കുന്നു, പ്രസംഗങ്ങൾ കേൾക്കുന്നു, ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ വിഷയങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രാർത്ഥനകൾ 100 പ്രാർത്ഥനകൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ 95% പ്രാർത്ഥനകളും, അല്ലെങ്കിൽ 95 തൊട്ട് 99% വരെയുള്ള പ്രാർത്ഥനകളെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. എൻ്റെ പരീക്ഷ പാസ്സാക്കണമേ, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണമേ, എനിക്ക് അത് തരണമേ, കാറ് തരണമേ, വാഹനം തരണമേ, നല്ലൊരു വീട് തരണമേ, OET പരീക്ഷ, IELTS പരീക്ഷ പാസ്സാകണമേ, ജർമ്മനിക്ക് പോകണമേ, ജർമ്മൻ പാസ്സാകണമേ, ബിസിനസ് വിജയിക്കണമേ. ഇങ്ങനെയെല്ലാം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്നാൽ രോഗങ്ങൾ വരുമ്പോൾ, കഷ്ടനഷ്ടം നേരിടുമ്പോൾ ഞാൻ ഭാഗ്യവാനായിടും, കഷ്ടമേറ്റ കർത്താവിനോടുകൂടെ ഞാൻ ഹല്ലേലൂയ പാടുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ ദുരിതങ്ങളിലെല്ലാം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ?
ഒരുപക്ഷെ ജീവിതത്തിൽ തകർന്ന മനസ്സുമായിട്ട്, പ്രയാസങ്ങളുടെ മനസ്സുമായിട്ട് നിൽക്കുന്ന, നെഞ്ചു പൊട്ടുന്ന വേദനകളുമായിട്ട് ചില മനുഷ്യർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടായിരിക്കാം. ഇടവകയിൽ നിന്ന്, ദേവാലയത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ജോലി സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ഒരുപാട് മക്കളിൽ നിന്ന്, മരുമക്കളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, ചാർച്ചക്കാരിൽ നിന്ന്, അയൽ വീട്ടുകാരിൽ നിന്നൊക്കെ പീഡനങ്ങളും കുത്തുവാക്കുകളും പഴിവാക്കുകളും ഏറ്റുവാങ്ങിക്കൊണ്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് സഹിപ്പാൻ കഴിയാത്ത പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങളിൽ പലരും ഇരിക്കുന്നുണ്ടായിരിക്കാം. ഓർമ്മിപ്പിക്കട്ടെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ തിരുവചനത്തോട് ചേർന്നിരുന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഈ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ഈ ദുഃഖങ്ങൾ വരുമ്പോൾ ദൈവം ഇതെല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് തീർക്കും. കഷ്ടത വേണ്ട എന്ന് പറയുന്ന വീൺ ചിന്ത, ദുഷ്ടചിന്ത എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീരുകൾ സാരമില്ല എന്ന് നമുക്ക് കഷ്ടതകളുടെ മധ്യത്തിൽ പാടാൻ സാധിക്കുന്നുണ്ടോ, പറയുവാൻ സാധിക്കുന്നുണ്ടോ? അതോ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ ഒരിക്കലും ഇനി കഷ്ടപ്പാട് തരല്ലേ, ഇനി എനിക്കൊരിക്കലും എൻ്റെ ആ ജീവിതകാലം മുഴുവൻ ഒരിക്കലും കണ്ണുനീര് നൽകല്ലേ, ജീവിതകാലം മുഴുവൻ എനിക്ക് ഒരിക്കലും ഒരു രോഗം പോലും ഉണ്ടാകരുതേ, ജീവിതകാലം മുഴുവൻ എനിക്കൊരു സാമ്പത്തിക തകർച്ച ഉണ്ടാകരുതേ. ഇത് ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല. ക്രിസ്ത്യാനി കഷ്ടത വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ഇത് നൽകിയ ദൈവം എനിക്ക് അതിനുവേണ്ടി ഒരു പോക്ക് വഴിയും ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ദൈവസനത്തിൽ ചേർന്ന് നിൽക്കുക. ഭൗതികമായ നേട്ടത്തിന് വേണ്ടി നാം ഓടരുത്, ആത്മീയമായ നേട്ടത്തിന് വേണ്ടി ഓടുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. നാലാമത്തെ ചിന്ത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിടെ പറയുകയാണ്, നശ്വരമായ അപ്പത്തിനു വേണ്ടിയല്ല അധ്വാനിക്കേണ്ടത്, മറിച്ച് മനുഷ്യപുത്രൻ നൽകിയിരിക്കുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അന്വേഷിക്കുമെന്ന്. യേശുക്രിസ്തു ഇവിടെ മനുഷ്യപുത്രൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ മനുഷ്യപുത്രനെ കുറിച്ച് ഈ പ്രവചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. 12 പ്രാവശ്യം സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഈ യോഹന്നാന്റെ സുവിശേഷത്തില്. മനുഷ്യപുത്രൻ നിങ്ങൾക്ക് നൽകുന്ന അനശ്വരമായ ഭക്ഷണം, മനുഷ്യപുത്രൻ നിങ്ങൾക്ക് നൽകുന്ന അനശ്വരമായ അപ്പം, ആ അപ്പത്തിന് വേണ്ടി നാം അധ്വാനിക്കണം. അതായത് ആ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് യേശുക്രിസ്തു ഓർമ്മിപ്പിക്കുകയാണ്. അതായത് അനശ്വരമായ അപ്പം എന്ന് പറയുന്നത് എന്താണ്? കർത്താവ് പറയുകയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കാൻ രക്തം പാനം ചെയ്യുന്നവനെ ഞാൻ പാതാളത്തിൽ വിടില്ല എന്ന്. വിശുദ്ധ കുർബാനയോടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കണം. വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ പോകണം. പുരോഹിതൻ എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവനെന്ന് അവസാനിക്കുന്ന വിശുദ്ധ കുർബാനയുടെ അവസാനത്തെ പ്രാർത്ഥനയിൽ പുരോഹിതൻ പറയുകയാണ്, യാത്രാ ഭക്ഷണത്തോടും. എന്താണ് യാത്രാ ഭക്ഷണം? ജീവിതത്തിന്റെ യാത്രയിൽ നാം കഴിക്കുന്ന ഭക്ഷണമാണ്. ഭൗതികമായ ഭക്ഷണമല്ല, ആത്മീയ ഭക്ഷണം, വിശുദ്ധ കുർബാന. ഇത് നമുക്ക് മനുഷ്യപുത്രൻ നൽകിയതാണ്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള, ഏറ്റവും വിലയേറിയതാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഈ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ പോകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദേവാലയത്തിൽ പോയിട്ട് നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കാതെയാണ് തിരിച്ചു വരുന്നതെങ്കിൽ കടങ്ങളുടെ പുസ്തകത്തിൽ പേരിടുമെന്ന് നാൻസി ആൻസിലെ ഗ്രിഗോറിയോസ് നമ്മളോട് ഉറപ്പിക്കുകയാണ്. സുറിയാനി സഭയുടെ പിതാക്കന്മാരെല്ലാം വിശുദ്ധ കുർബാനയോട് ചേർന്നിരുന്നവരായിരുന്നു. പഴയ നിയമം നാം പരിശോധിക്കുമ്പോൾ ബലിയോട് ചേർന്നിരുന്നവരായിരുന്നു. നോഹ പെട്ടകത്തിന് പുറത്തിറങ്ങിയതിനു ശേഷം ആദ്യം ചെയ്തത് വിശുദ്ധ കുർബാന അർപ്പിച്ചു, ബലിയർപ്പിച്ചു. അബ്രാഹാം ഇസഹാക്കിന്റെ കെട്ടുകളഴിച്ച് പുറത്തേക്ക് മോറിയാമലയിൽ താഴോട്ട് വരുന്നതിന് മുമ്പ് മരത്തിന്റെ കെട്ടിപ്പിണർന്ന് കിടന്നിരുന്ന കുഞ്ഞാട്ടിനെ എടുത്ത് ബലിയർപ്പിച്ചു, വിശുദ്ധ കുർബാന അർപ്പിച്ചു. മോശ, യാക്കോബ്, നമുക്ക് കാണുവാൻ സാധിക്കുന്ന പഴയ നിയമ പിതാക്കന്മാരെല്ലാം, യോശുവ, എല്ലാ പിതാക്കന്മാരും വിശുദ്ധ കുർബാനയോടുള്ള ബന്ധത്തിലായിരുന്നു. നമുക്ക് വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ സാധിക്കുന്നുണ്ടോ? അഞ്ചാമത്തെ ചിന്ത എന്ന് പറയുന്നത് യേശുക്രിസ്തു അധ്വാനിക്കുവിൻ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അനശ്വരമായ ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. അതിന്റെ ഗ്രീക്ക് ടെർമിനോളജി നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രവർത്തിക്കുവിൻ. ദൈവഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുവിൻ. സുറിയാനി സഭയുടെ പിതാവായിരിക്കുന്ന മോർ ദിവനാസ്യൂസ് ഓർമ്മിപ്പിക്കുകയാണ്, ഇവിടെ അനശ്വരമായ ഭക്ഷണത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ ഓർമ്മിപ്പിക്കുമ്പോൾ അനശ്വരമായ ഭക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കുവിൻ, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവിൻ. അഞ്ചാമത്തെ ചിന്ത ഏതാണ്? ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മളുടെ ഓരോ നിമിഷങ്ങളിൽ
കർത്താവിനോട് നമുക്ക് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുന്നുണ്ടോ? ലോകത്തിന് ഇമ്പപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയല്ലേ കാണുന്നത്? ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുന്നത് എപ്രകാരമാണ്. തലേ ദിവസം രാപകലേന്തിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രാത്രി മുഴുവൻ TV കണ്ടുകൊണ്ട് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞായറാഴ്ച ഉറക്കച്ചടപ്പോടുകൂടി വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നു. പല പള്ളികളിലും ഞാൻ ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ ഈ പെരുന്നാളുകളോ അല്ലെങ്കിൽ മറ്റോ ഏതെങ്കിലും ബന്ധത്തിലായിരിക്കുമ്പോൾ കാണുന്ന വലിയൊരു ദുഃഖകരമായ കാഴ്ച, സൺഡേ സ്കൂൾ വാർഷികം ഒരു 7 മണിയോടുകൂടി അവസാനിപ്പിക്കുകയല്ല, എന്നിട്ട് സന്ധ്യാപ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുകയല്ല. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ ദിവസം ബലി നടക്കേണ്ട ദേവാലയത്തിൽ വലിയ ആഘോഷങ്ങളാണ്. കർത്താവ് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. 50-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യം, ദൈവത്തെ മറക്കുന്നവരെ ഏതോർത്തുകൊള്ളുവിൻ, ഞാൻ നിങ്ങളെ ചിന്തിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാവുകയില്ല. ശനിയാഴ്ച സന്ധ്യ അസ്തമിച്ചു കഴിഞ്ഞാൽ ശാബത ആരംഭിച്ചു. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് അനശ്വരമായ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നുണ്ടോ? നമ്മുടെ ഇടവക അധ്വാനിക്കുന്നുണ്ടോ? നമ്മുടെ സഭ അധ്വാനിക്കുന്നുണ്ടോ? ഞാനും നിങ്ങളുമാകുന്ന സമൂഹം അതിന് അധ്വാനിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ക്രിസ്തുവിനോട് നാം ചേർന്ന് നിൽക്കുക. ക്രിസ്തു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളുമെല്ലാം നാം പിൻപറ്റി പോകുമ്പോൾ ഭൗതികതയ്ക്ക് വേണ്ടി ആയിരിക്കരുത്, അനശ്വരമായ ഭക്ഷണത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ. 6ാമത് മറ്റൊരു ചിന്ത കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശുക്രിസ്തുവിടെ മറുപടി പറയുന്നത്, യേശുക്രിസ്തുവിന്റെ അടുത്ത് ജനം വരുന്നത് വിശന്നത് കൊണ്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കും. അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ചത് കൊണ്ടാണ്. ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്നവൻ ഒരിക്കലും വിശക്കേണ്ടി വരില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ ഒരിക്കലും വിശപ്പുണ്ടാവുകയില്ല. ഞാൻ ഉദ്ദേശിച്ചത് ആത്മീയമായ ഭക്ഷണം. ഇന്ന് പലരും യേശുവിൻ്റെ അടുത്ത് ആരും വരുന്നില്ല, യേശുവിനെ ഭക്ഷിക്കുന്നില്ല. ഇന്ന് നമ്മുടെ സഭയിലുള്ള അംഗങ്ങളും അല്ലെങ്കിൽ മറ്റ് പ്രാർത്ഥനയോഗങ്ങളിലേക്കൊക്കെ പോവുകയാണ്. ദേവാലയത്തിലൊരു വിശുദ്ധ കുർബാന നടക്കുമ്പോൾ അല്ലെങ്കിൽ ദേവാലയത്തിൽ നടന്ന ഭക്ഷണങ്ങൾക്കൊക്കെ മാറി നിന്നുകൊണ്ട് കൂട്ടായ്മ യോഗങ്ങളിലും പ്രാർത്ഥന യോഗങ്ങളിലും ഫെലോഷിപ്പ് യോഗങ്ങളിലും നമുക്ക് ഒത്തിരി യോഗങ്ങളിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ അത്ഭുതങ്ങളുടെ പുറകെ, മിറക്കിൾസിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഭൗതികതയുടെ പുറകെ കൊണ്ടുപോയിക്കുകയാണ്. അവർക്കൊക്കെയും വിശന്നുകൊണ്ടിരിക്കും. അവരൊരിടത്ത് നിങ്ങൾ എടുത്തു നോക്കുക, ഈ സഭയ്ക്കകത്ത് തന്നെ സഭയ്ക്ക് പുറത്തു പോയവരൊക്കെ എടുത്തു നോക്കുക. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ സഭയിൽ ഒരു മനുഷ്യൻ വിശുദ്ധ കുർബാനയോട് യാതൊരു ബന്ധവുമില്ലാതെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, മാതാവിനോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തേണ്ട എന്ന് ഘോരം സഭയ്ക്കകത്ത് നിൽക്കുമ്പോൾ തന്നെ പ്രസംഗിച്ച് അദ്ദേഹം ഈ സഭ വിട്ടുപോയി മറ്റൊരു കൂട്ടായ്മയോ മറ്റൊരു സഭയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ പോയി. അത് അവിടെ പിളർന്നു പോയി, വീണ്ടും പിളർന്നത് വീണ്ടും പിളരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, യേശു ക്രിസ്തുവിന്റെ ഭക്ഷിക്കുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല. വിശുദ്ധ കുർബാനയോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവൻ ഒരിക്കലും വിശപ്പുണ്ടാവുകയില്ല. ഇന്ന് ഞങ്ങളിങ്ങനെ സഭ വിട്ടുപോയവരും സഭയ്ക്കുള്ളിൽ തന്നെ ചിലരും ഇതിനൊക്കെ എതിർത്തുകൊണ്ട് നിൽക്കുന്നവരൊക്കെ ചില മൈനോറിറ്റി ഗ്രൂപ്പുകളെ കാണുവാൻ സാധിക്കും. ഇവർക്കൊക്കെയും വിശന്നുകൊണ്ടിരിക്കും. ഇവരൊന്നും ഒരു സ്ഥായിയായിട്ടല്ല നിൽക്കുന്നു. ഈ സഭ വിട്ടുപോയി നമുക്ക് കാണുവാൻ സാധിക്കുന്ന പല ഗ്രൂപ്പുകളൊക്കെ കാണുവാൻ സാധിക്കും. അവരൊന്നും ശാശ്വതമായി നിലനിൽക്കുന്നില്ല. എല്ലാം പിളർന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അടിവെച്ചൊക്കെയും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ 2000 വർഷമായിട്ട് അവനെ ഭക്ഷിക്കുന്നവർക്ക് ഒരിക്കലും ഒരു വിശപ്പുണ്ടാവുകയില്ല. ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. 7ാമത് മറ്റൊരു ചിന്ത കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തുവിനോട് ഈ ജനം ചോദിക്കുകയാണ്, ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി ചെയ്യുവാനായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യേശുക്രിസ്തു പറയുകയാണ്, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്ന് പറയുകയാണ്. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഇന്ന് നമ്മൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, സൽപ്രവർത്തികൾ കൊണ്ട് സ്വർഗരാജ്യത്തിൽ കടക്കാമെന്നുള്ളത്. സൽപ്രവർത്തികൾ നല്ലത് തന്നെ, അത് അത്യാവശ്യമാണ്. സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം വയ്ക്കും. സൽപ്രവർത്തികൾ മാത്രം പോരാ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. നമ്മളൊരു പള്ളിയിൽ എടുത്തു നോക്കുക. എല്ലാ വർഷവും പള്ളിയുടെ സന്നദ്ധ സംഘടനകള്, ആത്മീയ സംഘടനകള് പല ചാരിറ്റി വർക്കുകളും ചെയ്യുന്നുണ്ട്. നല്ലത് തന്നെ. പക്ഷെ ക്രിസ്തുവിനെ പുൽകുവാനായിട്ട് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നമ്മുടെ പള്ളിയിലെ യൂത്ത് അസോസിയേഷൻ എന്ത് ചെയ്യുന്നു?
ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നമ്മുടെ പള്ളിയിലെ മർത്തമറിയ വനിതാ സമാജം എന്തു ചെയ്യുന്നു? വലിയൊരു ചോദ്യചിഹ്നമാണ്. ഏഴാമത്തെ ചിന്തയും അത് തന്നെയാണ്. പ്രവൃത്തിയിലൂടെ, പ്രവൃത്തിയിലൂടെ മാത്രമല്ല പോകേണ്ടത്. ക്രിസ്തു പറയാണ്, അവൻ അയച്ചവനിൽ അവനിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഞാനിങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. ഒരു പള്ളിയിൽ കടന്നു ചെന്നപ്പോൾ ആ പള്ളിയിൽ ചാരിറ്റി, കേരളത്തിന് പുറത്താണ്, പള്ളിയിൽ ചാരിറ്റി ഞായറാഴ്ചയാണ്. ചാരിറ്റിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി പള്ളിയിൽ പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, നാട്ടിലുള്ള ഒരാൾക്ക് പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ചാരിറ്റി ഷോ നടത്തുകയാണ് പള്ളിയിൽ. കുഴപ്പമില്ല, പള്ളിക്ക് പുറത്തൊരു സ്ഥലത്താണ്. പക്ഷെ വിശുദ്ധ കുർബാനയ്ക്ക് വരാതെ, ദേവാലയത്തിൽ നേരത്തെ വരാതെ, പ്രാർത്ഥന അനുഭവത്തിലൂടെ പോകാതെ, വിശുദ്ധ കുർബാന ഒരിടത്ത് നടക്കുമ്പോൾ മറ്റൊരു വശത്ത് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരും മർത്തമറിയ വനിതാ സമാജക്കാരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രവൃത്തി ഇവിടേക്കാൾ പ്രധാനപ്പെട്ടതാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത്. അവനിൽ വിശ്വസിച്ചാൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കും. ബാക്കിയുള്ള ഗിമ്രിക്കൊക്കെ, ബാക്കിയുള്ളതെല്ലാം വ്യർത്ഥമത്രേ. കർത്താവ് ഒരു കാര്യം ചോദിക്കുകയാണ്. കർത്താവ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം പറന്നു പോകുവാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടോ? എട്ടാമത് മറ്റൊരു ചിന്ത കൂടിയുണ്ട്. അനശ്വരം, യേശു ക്രിസ്തുവോടെ പറയുകയാണ്, അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എട്ടാമത്തെ ചിന്ത അതാണ്. ഈ ഭൂമിയിലെ നമ്മളുടെ ക്രിസ്തുവിന് വേണ്ടി അധ്വാനങ്ങളെല്ലാം എക്കാലവും നിലനിൽക്കും. ഈ 27ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അനശ്വരമായ ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കുന്ന വാക്ക് എർഗാസാസ്ത എന്നവർ ഗ്രീക്ക് പദമാണ്. അതിന്റെ അർത്ഥം തുടർച്ചയായി ഇടതടവില്ലാതെ വളരെയധികം കഷ്ടപ്പാട് സഹിച്ചിട്ടാൽ ശരിക്കും അധ്വാനിക്കുക. എന്തിനു വേണ്ടി? അനശ്വരമായ ഭക്ഷണത്തിന് വേണ്ടി. ആ അധ്വാനങ്ങളെല്ലാം ഈ ഭൂമിയിൽ നിലനിൽക്കും. നമ്മളെല്ലാവരും നഷ്ടപ്പെട്ടു പോയാലും ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായിട്ട് അനശ്വരമായ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ അതെക്കാലവും നിലനിൽക്കും. കർത്താവോട് നമ്മളോട് പറയുകയാണ്, ഒരു ദേവാലയം പടുത്തുയർത്തപ്പെടുവാൻ, ഒരു ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷകൾ ആരംഭിക്കുവാൻ, ദേവാലയം ഇല്ലാത്തടത്തൊരു പള്ളി തുടങ്ങുവാനായിട്ട്, കുർബാന ബന്ധത്തിലായിരിക്കുവാനായിട്ട് നിന്റെ സമയം, പണം, നിന്റെ വാഹനം നീ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നിശ്ചയമായും നിനക്ക് അനുഗ്രഹം നൽകും. നമ്മൾ അധ്വാനിക്കുന്ന അനശ്വരമായ ഭക്ഷണത്തിന് വേണ്ടി ഈ ഭൂമിയിൽ, എട്ടാമത്തെ ചിന്ത ഏതാണ്? നമ്മൾ ഈ ഭൂമിയിൽ അനശ്വരമായ ഭക്ഷണത്തിന് വേണ്ടി എന്തൊക്കെ അധ്വാനിച്ചിട്ടുണ്ടോ ആ അധ്വാനങ്ങളെല്ലാം എക്കാലവും നിലനിൽക്കും. ക്രിസ്തുവിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. ക്രിസ്തുവാണ് നമ്മെ വഴി നടത്തുന്നത്. ഒമ്പതാമത് മറ്റൊരു ചിന്ത കൂടി നമുക്കിവിടെ കാണുവാൻ സാധിക്കും. യേശു ക്രിസ്തുവിനോട് പറയുകയാണ്, ഞങ്ങൾ നിന്നെ കണ്ട് വിശ്വസിക്കേണ്ടതിന് എന്ത് അടയാളമാണ് നിങ്ങൾക്ക് നൽകുന്നത്? എന്ത് അടയാളമാണ് നീ ഞങ്ങൾക്ക് നൽകുന്നത്? എന്നിട്ട് യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ പരിഹസിക്കുന്നുണ്ട്. വളരെയധികം ചിന്തകൾ ഈ വേദഭാഗത്തോട് ചേർന്നിരുന്ന് നമുക്ക് ചിന്തിക്കുവാനുണ്ട്. യേശു ക്രിസ്തുവിനെ പരിഹസിക്കുകയാണ്. അത് മോശ ഞങ്ങൾക്ക് നൽകിയില്ല, ആകാശത്ത് നിന്ന് അപ്പം ഇറക്കി. ആ അപ്പത്തോട് ബന്ധപ്പെടുത്തി യേശുക്രിസ്തു പങ്കുവെക്കുന്ന, മുന്നോട്ട് വെക്കുന്ന അനശ്വരമായ അപ്പത്തെ അവർ സാദൃശീകരിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, അതല്ല, മോശ അന്ന് നിങ്ങൾക്ക് നൽകിയത് ആകാശത്തു നിന്ന് മോശയല്ല നൽകിയത്, പിതാവാം ദൈവമാണ് നൽകിയത്. യേശുക്രിസ്തുവിനോട് ഒരു പ്രവാചകനായിട്ട് ചിത്രീകരിക്കുവാനായിട്ട് ചിലർ ശ്രമിക്കുമ്പോൾ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന്, സാക്ഷാൽ പിതാവാം ദൈവത്തിന്റെ ഏകജാതനാണെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് നമുക്ക് ഈ വേദഭാഗം കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ രണ്ട് തരം അപ്പത്തെ കുറിച്ച് കാണുവാൻ സാധിക്കും. ഒന്ന് ഭൗതികമായ അപ്പം, രണ്ട് ആത്മീയമായ അപ്പം. യേശുക്രിസ്തു നമ്മളോട് പങ്കുവെക്കുന്നത് ആത്മീയമായ അപ്പത്തെ കുറിച്ചാണ്. ഭൗതികമായി അവൻ നൽകും, അതോടൊപ്പം തന്നെ ആത്മീയമായും കർത്താവ് നമുക്ക് നൽകുന്നവനാണ്. നിർത്തട്ടെ, യേശുക്രിസ്തുവിടെ പറയുകയാണ്, ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവൻ ഒരു കാലത്തും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു കാലത്തും ദാഹിക്കുകയില്ല.
അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ അടുത്ത് വരുന്നവന്, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവന് ഒന്നിനൊരു കുറവുണ്ടാവുകയില്ല. നിന്റെ പ്രതിസന്ധികളിൽ, നിന്റെ പ്രയാസങ്ങളിൽ, നിന്റെ ദുഃഖങ്ങളിൽ, നിന്റെ ദുരിതങ്ങളിൽ കർത്താവ് നിന്നെ കൈപിടിച്ചാണ്. നീ ഭാരപ്പെടേണ്ട, നീ തകർന്നു പോകില്ല, നീ നശിച്ചു പോവുകയില്ല. കർത്താവ് നിന്നെ വഴി നടത്തും. ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കാം. നിത്യനും പരിശുദ്ധനുമായ ദൈവമായ കർത്താവ്, ഈ വേദഭാഗത്തിലൂടെ ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചുവല്ലോ കർത്താവ്. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകിയ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഈ പെന്തക്കോസ്തി പെരുന്നാളിന് ശേഷം ഒന്നാമത്തെ ഞായറാഴ്ച ചിന്തയോട് നീ ഞങ്ങൾ ചേർന്നിരുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. വഴി നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം കർത്താവെ. എല്ലാ നിരന്തരകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.